എലികളെ എല്ലാവരെയും തലച്ചോറ് മരവിപ്പിച്ച് ആ ഒരു രീതിയിൽ എത്തിയുകൊണ്ട് ഞാൻ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറയാം, ഓപ്പണായിട്ട് പറയാം. ഓക്കെ, നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, അതോടൊപ്പം ക്യാൻസർ, വിവിധ തരം ക്യാൻസറുകളാണ്. ഓക്കെ, ലങ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, ട്യൂമർ, ബ്രെയിൻ ക്യാൻസർ, അങ്ങനെ എല്ലാം. ഓക്കെ, ഈ ക്യാൻസർ എല്ലാം വരുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളെല്ലാം ആത്മഹത്യ ചെയ്യുന്നു. ഓക്കെ, 15 വയസ്സും 10 വയസ്സുള്ള പിള്ളേരെല്ലാം ആത്മഹത്യ ചെയ്യുന്നു. ഇതെല്ലാം നോർമലായിട്ടാണ് എലികളെല്ലാം കാണുന്നത്. കാരണം എലികളുടെ ലൈഫ് ആ ഒരു ഫോണിൽ അല്ലെങ്കിൽ ആ ഒരു മാസം വരുന്ന സാലറിയിൽ അവിടെ ഒതുങ്ങുന്നു. ഓക്കെ, അതോടൊപ്പം പണമുള്ള എലികൾ, അതായത് വലിയ സിനിമാ നടന്മാരും പൊളിറ്റീഷ്യൻസും ജുഡീഷ്യറി അല്ലെ ജഡ്ജിമാരും എല്ലാവരും അവരുടെ ആ ഒരു പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേവരിട്ട് കൊടുത്താൽ അവർ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഡമ്മിലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇവരെല്ലാം. കാരണം ഈ സിനിമാ നടന്മാരെല്ലാം അല്ലെ പരസ്യങ്ങളെല്ലാം വളരെ നല്ല പരസ്യങ്ങൾ, അത് കാണും ഇത് മേടിച്ച് കഴിക്കും. പക്ഷെ അവർ പുറത്ത് പോയി കഴിക്കുന്നത് വേറെ പല കാര്യങ്ങൾ. അപ്പോൾ പക്ഷേ ഇവരെല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരെല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുകയാണ് വിഡ്ഢികളായ എലികൾ. അപ്പോൾ വേറൊന്നുമല്ല പ്രശ്നം, നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ ജീവിതവും എല്ലാം അവർ അപഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ പറയുന്ന എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങൾ. അതോടൊപ്പം ഇപ്പോൾ എല്ലാം ഈ ഹൈവേ പണികളാണ്. ഓക്കെ, കേരളം ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഹൈവേ പണിയാണ്. ഇതെല്ലാത്തിൻ്റെ ലിങ്ക് വേറൊന്നുമല്ല. ഓക്കെ, അവിടെ ഇപ്പോൾ പണിയുന്നത് പഴയ മെത്തേഡ്, അതായത് പണ്ട് എങ്ങനെയാണോ ആൾക്കാർ പണിതുകൊണ്ടിരുന്നത് വെച്ചത്, ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റവും ഇവിടുത്തെ ഈ പറയുന്ന ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ്, ഈ ഡെവലപ്മെൻറ്റ്സ് എല്ലാ സിസ്റ്റവും പഴയ രീതി. ഇവിടെ റോബോട്ട്സ് ഉൾപ്പെടെ വന്ന് ചൈനയെല്ലാം പാലങ്ങളെല്ലാം 3 മാസം 4 മാസം കൊണ്ടൊക്കെ തീർക്കുമ്പോൾ ഇവിടെ എല്ലാം ബംഗാളികളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട്, അവരെ കുറ്റം പറയുകയല്ല, അവരെ വിളിച്ചുകൊണ്ടൊന്ന് മാൻ പവറിൽ പണിയെടുപ്പിക്കുന്നു. ഓക്കെ, അതായത് ഒരു സാധനം എടുത്ത് എന്നിട്ട് അതെല്ലാം പൊളിഞ്ഞു വീഴുന്നു. ഇതൊന്നും അറിയില്ല. കാരണം ഇതിൻ്റെ എല്ലാം ഏറ്റവും പീക്ക് ചിന്ത വേറൊന്നുമല്ല, ഫ്യൂൽ എമിഷൻ. അതായത് ആ ഒരു ബ്ലോക്കിൽ കിടക്കുമ്പോൾ അവിടെ ആ ഫ്യൂവൽ, ഡസ്റ്റ് പൊല്യൂഷൻ, ഇതെല്ലാം വരണം. ഡൽഹിയിലെല്ലാം വന്നത് മെർക്കുറി കാര്യങ്ങളെല്ലാമാണ്. അതോടൊപ്പം ഇവിടെയുള്ള റിഫൈനറീസ്, ഇവിടെ എല്ലാം യാതൊരുവിധ ഞാൻ ഒരു കെമിക്കൽ എഞ്ചിനീയറാണ്. ഓക്കെ, യാതൊരുവിധ സ്പില്ലേജ് ഒന്നുമില്ല. കാരണം ഇവരെല്ലാം ആകാശത്തേക്ക് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലെല്ലാം വിഷമടങ്ങിയ പദാർത്ഥങ്ങളാണ്. ഇതെല്ലാം തന്നെയാണ് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവിധ ആരോഗ്യത്തിന് പ്രശ്നം. അതോടൊപ്പം നമ്മൾ കഴിക്കുന്നത് വിഷം, നമ്മൾ കുടിക്കുന്നതല്ലേ ക്ലോറിൻ. നമ്മുടെ പെരിയാറിൽ കഴിഞ്ഞ ദിവസം കൊടൂരമായ വിഷം അത് കണ്ടെത്തി. ഓക്കെ, അതാണ് ആ വെള്ളമാണ് നിങ്ങൾക്ക് ശുദ്ധീകരിച്ചെന്ന് പറഞ്ഞ് പിന്നെയും വിഷം ക്ലോറിൻ ഇട്ട് തരുന്നത്. അതെല്ലാം വരുന്നത് ഈ ഡക്റ്റൈൽ പൈപ്പിലൂടെ. അപ്പോൾ ആ പൈപ്പിലുള്ള അണുക്കളും അതോടൊപ്പം വർഷങ്ങളായിട്ട് കിടക്കുന്ന ആ ഒരു അഴുക്കും അത്രയും വിഷമടങ്ങിയ വെള്ളമാണ് നിങ്ങളുടെ 70% ശരീരത്തിനുള്ളത്. അതോടൊപ്പം ഇൻ്റർനെറ്റ്, റേഡിയേഷൻ, വേറൊന്നും വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ 6 വയസ്സ് വരെ നമ്മൾക്കൊരു സോഫ്റ്റ് സ്പോട്ട് ഉണ്ട്. ഓക്കെ, തലയുടെ ഉള്ളിൽ അത് 6 വയസ്സ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന കുഞ്ഞുങ്ങളെല്ലാം സ്കള് വളരെ ലൈറ്റാണ്. അപ്പോൾ അതിലൊക്കെ എല്ലാം റേഡിയേഷൻ എമിറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന 5G ടവേഴ്സ് എല്ലാം ഇവിടെ വന്നു, ഇൻ്റർനെറ്റ് വന്നു, സോഷ്യൽ മീഡിയ വന്നു, യൂട്യൂബ് വന്നു. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു പറഞ്ഞു, ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കേട്ടോ, ചെറുതവള്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആ ഒരു പണം ഇട്ടിട്ട് കൊടുത്ത് ഒരു വലിയ കുഴിയിൽ കൊണ്ട് ചാടിച്ചു. പക്ഷേ ഇതൊന്നും തിരിച്ചറിയാനുള്ള ബുദ്ധിയോ ശക്തിയോ ഒന്നും ഇവിടെ നമ്മളെ ഭരിക്കുന്ന ആൾക്കാർക്ക് ആർക്കുമില്ല. ഓക്കെ, അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഡമ്മികളാണ്. വരാൻ പോകുന്ന ഒരു ഇന്ത്യനെ നശിപ്പിച്ച് അതോടൊപ്പം ഇവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ഈ ഒരു ഗവൺമെൻറ്, ഈ ഒരു ജുഡീഷ്യറി സിസ്റ്റം, ഈ ഒരു ഡോക്ടർ സിസ്റ്റം, ഇതെല്ലാം ഇല്ലാതാക്കാം. കാരണം ഇല്ലാതായി കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, നേപ്പാളിലെല്ലാം ഇല്ലാതായി കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയിലും ഇതുപോലെ തന്നെ എന്നിട്ട് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം ഭരണത്തിൽ വരുന്നതാണ്.